Today we can study the design of sarda drop or fall. fall നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചു. fall എവിടെയും നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാനും ബെഡ് സ്ലോപ്പ് പെട്ടെന്ന് തന്നെ നല്ലൊരു ഡിഫറൻസ് വന്നു. ബെഡ് സ്ലോപ്പിൽ പെട്ടെന്ന് തന്നെ ഒരു സ്റ്റീപ്പ് ഡെപ്ത് വന്നാൽ നമ്മൾ fall കൺസ്ട്രക്റ്റ് ചെയ്യും. അപ്പോൾ സർദ fall എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ഡ്രോപ്പ് ഫാളാണ്, which was constructed on a സർദാർ കനാൽ പ്രോജക്റ്റ്. യു പിയിലുള്ള ഒരു സർദാർ കനാൽ പ്രോജക്റ്റിൽ കൺസ്ട്രക്ട് ചെയ്ത ഒരു വെർട്ടിക്കൽ ഡ്രോപ്പ് ഫാളാണ്. ഇതിൽ വെലോസിറ്റി നമ്മളൊരു വെള്ളം ഡ്രോപ്പ് ചെയ്ത് വീഴുന്ന ഒരു വാട്ടർ കുഷനിലേക്കായിരിക്കും. അവിടെ നിന്ന് ഡിസിപ്പേറ്റ് ചെയ്ത് എനർജി ഡിസിപ്പേഷനൊക്കെ നമുക്ക് ഡിസൈനിലേക്ക് പോകാം. ഡിസൈൻ എ കനാൽ ഡ്രോപ്പ് വിത്ത് ദി ഫോളോയിങ് ഡേറ്റ. സർദ ഡ്രോപ്പ് എന്ന് വന്നിട്ടുണ്ടാവുന്ന സർദ ഫോൾ ഡിസൈൻ ഫോൾ വിത്ത് ഫോളോയിങ് ഡാറ്റ. hydraulic particulars of canal above the drop, that is upstream side. Full supply depth is equal to 40 meter cube per second. Bed width is equal to 26 meter. Bed level is equal to 216.5 meter. Full supply depth is equal to 1.8 meter and full supply level is 218.3 meter. Hydraulic particulars of canal below the drop, that is downstream side. Full supply discharge is equal to 40 meter cube per second. Bed width is equal to 26 meter. Bed level is equal to 215 meter. Full supply depth is 1.8 meter. Full supply level is 216.8 meter. And Bligh's creep coefficient C is given as 8. Also, we should design the structure by Kosla's theory, taking safe exit gradient of the soil as 1/5. Okay, then we can go for the solution. First, design of the crust. The length of the crust will be equal to the bed width. ഇതാണ് ലെങ്ത് ഓഫ് ദി ക്രസ്റ്റ് വരുന്നത്, വിച്ച് വിൽ ബി ഈക്വൽ ടു ബെഡ് വിഡ്ത്ത്. ഓക്കെ, നെക്സ്റ്റ് ഷേപ്പ് ഓഫ് ദി ക്രസ്റ്റ്. അപ്പോൾ ഡിസ്ചാർജ് 14 ക്യൂമെക്കിനേക്കാളും വലുതാണെങ്കിൽ നമുക്ക് ട്രപ്പിസോയിഡൽ ഷേപ്പാണ് ഫിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹൈ ഡിസ്ചാർജ് കനാലിൻ്റെ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ട്രപ്പിസോയിഡൽ ഷേപ്പിൻ്റെ മാത്രമേ നമുക്ക് ഡിസൈൻ പഠിക്കാനുള്ളൂ. അപ്പോൾ ടോപ്പ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു 0.55√h+d. ഓക്കെ, നമുക്ക് ഫിഗർ നോക്കാം. എച്ച് എന്ന് പറയുന്നത് ക്രസ്റ്റിൻ്റെ മേലെയുള്ള വെള്ളത്തിൻ്റെ ലെവല്. ഡി എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ FSL ഓഫ് ഡൗൺ സ്ട്രീം FSB. ഡൗൺ സ്ട്രീം FSDനെയാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. സ്മോൾ എച്ച് എന്ന് പറയുന്നത് അപ്സ്ട്രീം ബെഡ് ലെവലും ക്രസ്റ്റിൻ്റെ ടോപ്പ് ലെവലും തമ്മിലുള്ള ഡിഫറൻസ്. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് അപ്സ്ട്രീമിലെ ഫുൾ സപ്ലൈ ഡെപ്ത്. അപ്സ്ട്രീം FSLും അപ്സ്ട്രീം ബെഡ് ലെവലും തമ്മിലുള്ള ഡിഫറൻസ്. അപ്സ്ട്രീം ബെഡ് ലെവലും ഡൗൺ സ്ട്രീം ബെഡ് ലെവലും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ എച്ച് വാല്യൂ അറിയില്ല, ടോപ്പ് ലെവൽ ഓഫ് ക്രസ്റ്റ് നമുക്ക് അറിയാത്തതുകൊണ്ട്. അപ്പോൾ H+D വിൽ ബി ഈക്വൽ ടു എന്താ, D പ്ലസ് ഡ്രോപ്പാണ്. അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താ, അപ്സ്ട്രീമിലെ FSD അല്ലെങ്കിൽ FSL മൈനസ് അപ്സ്ട്രീം ബെഡ് ലെവൽ 218.3 മൈനസ് 216.5 പ്ലസ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്താ, ഡിഫറൻസ് ബിറ്റ്വീൻ ദി ബെഡ് ലെവൽ. അപ്സ്ട്രീം ബെഡ് ലെവൽ 216.5 മൈനസ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ 215. അപ്പം നമുക്ക് 1.8 പ്ലസ് 1.5 3.3 കിട്ടും. ബിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി ഈസ് ഈക്വൽ ടു 0.55 √3.3 0.99
റൗണ്ട് ചെയ്ത് 1 മീറ്റർ ആക്കാം. നമുക്ക് ടോപ്പ് വിഡ്ത്ത് 1 മീറ്റർ കിട്ടി. ഈ വിഡ്ത്ത് 1 മീറ്റർ. ഹിയർ ദിസ് വിഡ്ത്ത് ഈസ് 1 മീറ്റർ. ഓക്കെ. നെക്സ്റ്റ് ഹൈറ്റ് ഓഫ് വാട്ടർ അബവ് ദി ക്രസ്റ്റ് h. അപ്പം ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ നോക്കാം. Q ഈസ് ഈക്വൽ ടു 1.99 L h റേസ് ടു 3/2 ഇൻറ്റു h ബൈ b റേസ് ടു 1/6. അല്ല h കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് ഓഫ് വാട്ടർ അബവ് ദി ക്രസ്റ്റ് h വാല്യൂ കിട്ടും. ഇനി ടോപ്പ് ലെവൽ ഓഫ് ദി ക്രസ്റ്റ്. അപ്പോൾ h കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് ലെവൽ ഓഫ് ദി ക്രസ്റ്റ് എന്തായിരിക്കും? FSL മൈനസ് h ആയിരിക്കും നമ്മുടെ ടോപ്പ് ലെവൽ ഓഫ് ദി ക്രസ്റ്റ്. അപ്പോൾ അപ്സ്ട്രീം FSL മൈനസ് h നമുക്ക് ടോപ്പ് ലെവൽ ഓഫ് ദി ക്രസ്റ്റ് കിട്ടി 217.44 മീറ്റർ. ഇനി ഹൈറ്റ് ഓഫ് ദി ക്രസ്റ്റ് D അതെന്തായിരിക്കും? ടോപ്പ് ലെവൽ ഓഫ് ദി ക്രസ്റ്റ് മൈനസ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ അല്ലേ? ഹൈറ്റ് ഓഫ് ദി ക്രസ്റ്റ്, ടോപ്പ് ലെവൽ ഓഫ് ദി ക്രസ്റ്റ് മൈനസ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ. നമുക്ക് 2.44 മീറ്റർ കിട്ടും. ഹൈറ്റ് ഓഫ് ദി ക്രസ്റ്റ് എബോവ് ബെഡ് ലെവൽ സ്മോൾ h അപ്സ്ട്രീം സൈഡിൽ കേട്ടോ. ഹൈറ്റ് ഓഫ് ദി ക്രസ്റ്റ് എബോവ് ബെഡ് ലെവൽ അപ്സ്ട്രീം സൈഡ്. സ്മോൾ h എന്ന് പറയുന്നത് ക്യാപിറ്റൽ D മൈനസ് h അല്ലേ? ഫിഗറിൽ നോക്കാം. ഈ സ്മോൾ h എന്ന് പറയുന്നത് ക്യാപിറ്റൽ D മൈനസ് h ആണ്. .94 മീറ്റർ കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ എനർജി ലൈൻ കണ്ടുപിടിക്കണം. ടോട്ടൽ എനർജി ലൈൻ്റെ ഇക്വേഷൻ എന്താ? FSL പ്ലസ് v²/2g. v²/2g കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് v കിട്ടണം അല്ലേ? വെലോസിറ്റി ഓഫ് അപ്രോച്ച്. v ഈസ് ഈക്വൽ ടു q/a അല്ലേ? q ഈസ് ഈക്വൽ ടു a വീണ v ഈസ് ഈക്വൽ ടു q/a. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കണം. കനാൽ സെക്ഷൻ ട്രപ്പിസോയിഡൽ സെക്ഷൻ ആയിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ? y ഇൻറ്റു b പ്ലസ് sy. y എന്ന് പറയുന്നത് ഫുൾ സപ്ലൈ ഡെപ്ത്ത്, b എന്ന് പറയുന്നത് അതിൻ്റെ കനാലിൻ്റെ വിഡ്ത്ത്, s എന്ന് പറയുന്നത് അതിൻ്റെ സ്ലോപ്പ്. സൈഡ് സ്ലോപ്പ് ഓഫ് കനാൽ 1:1 ആണെന്ന് അസ്യൂം ചെയ്യാം. FSD 1.8 തന്നിട്ടുണ്ട്. ബെഡ് വിഡ്ത്ത് 26 തന്നിട്ടുണ്ട്. സൈഡ് സ്ലോപ്പ് 1 അസ്യൂം ചെയ്തിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ കിട്ടി 50.04 മീറ്റർ സ്ക്വയർ. Q 40 ആണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. v is equal to q/a 0.8 meter per second കിട്ടി. അപ്പോൾ വെലോസിറ്റി ഹെഡ് v²/2g സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് വെലോസിറ്റി ഹെഡ് 0.032 മീറ്റർ കിട്ടും. അപ്പോൾ അപ്സ്ട്രീം TEL എന്ന് പറയുന്നത് FSL പ്ലസ് വെലോസിറ്റി ഹെഡാണ്. അപ്പോൾ അപ്സ്ട്രീം FSL എത്രയാണ്? 218.3 പ്ലസ് വെലോസിറ്റി ഹെഡ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 218.33 മീറ്റർ കിട്ടും. E എന്ന് പറയുന്നത് ക്രസ്റ്റ് ലെവലും അപ്സ്ട്രീം TEL തമ്മിലുള്ള ഡിഫറൻസാണ് ഈ വാല്യൂ എന്ന് പറയും. അപ്പോൾ അത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.89 മീറ്റർ ഈ വാല്യൂ കിട്ടും. നെക്സ്റ്റ് നമുക്ക് വാട്ടർ കുഷൻ ക്രിസ്റ്റ്യൻ. അതിൻ്റെ ഡെപ്തും ലെങ്ത്തും ഫിക്സ് ചെയ്യാം അല്ലേ? ഡെപ്ത് ഓഫ് വാട്ടർ കുഷനും ലെങ്ത് ഓഫ് വാട്ടർ കുഷനും. ലെങ്ത് ഓഫ് വാട്ടർ കുഷൻ്റെ ഇക്വേഷൻ LC ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു EHL റേസ് ടു 1/2 ആണ്. HL എന്ന് പറയുന്നത് അപ്സ്ട്രീം FSL മൈനസ് ഡൗൺ സ്ട്രീം FSL 1.5 മീറ്റർ കിട്ടും. അപ്പോൾ LC നമുക്ക് പ്രീവിയസ് നിന്ന് കിട്ടി 0.8 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റേസ് ടു 1/2 ആണ്. റേസ് ടു 1/2 ആണ്. 6 മീറ്റർ കിട്ടും. ഡെപ്ത് ഓഫ് വാട്ടർ കുഷൻ്റെ ഇക്വേഷൻ x is equal to 1/4 EHL raised to 2/3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെപ്ത് ഓഫ് വാട്ടർ കുഷൻ 0.304 മീറ്റർ കിട്ടും. അപ്പോൾ ടോപ്പ് ലെവൽ ഓഫ് ദി ക്രിസ്റ്റ്യൻ എന്തായിരിക്കും? ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ മൈനസ് x. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 214.6 മീറ്റർ കിട്ടും.
നമ്മൾ ഈ ഡെപ്ത് 0.304 അല്ല കിട്ടിയത്, 0.31 ആയിട്ട് റൗണ്ട് ചെയ്തിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ വാട്ടർ കുഷ്യൻ്റെ ഡെപ്ത്ത്, ഇതാണ് ലെങ്ത്ത്. 6 മീറ്റർ അല്ല ഫിക്സ് ചെയ്തത്, 3 + 3 6 മീറ്റർ. 6 മീറ്റർ ആയിട്ട് 3 + 3 6 മീറ്റർ. അപ്പോൾ ടോപ്പ് ലെവൽ ഓഫ് ദി ഏപ്രോൺ എന്തായിരിക്കും? ബെഡ് ലെവൽ മൈനസ് എക്സ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇങ്ങനെ സീപ്പേജ് ആയിട്ട് കണ്ടുപിടിക്കണം. മാക്സിമം സീപ്പേജ് എവിടെ ഉണ്ടാവുക? ഡൗൺ സ്ട്രീമിൽ വെള്ളമില്ലാത്ത കണ്ടീഷനും അപ്പ് സ്ട്രീം മാക്സിമത്തിലെത്തുന്ന കണ്ടീഷനും. അതായത് അപ്പ് സ്ട്രീമിൽ ക്രസ്റ്റ് ലെവൽ വരെ മാത്രം വെള്ളം ഫ്ലോ ഇല്ല, താഴത്തേക്ക് ഫ്ലോ ഇല്ല, ഡൗൺ സ്ട്രീമിൽ വെള്ളമില്ല. അപ്പോൾ ഹെഡ് എത്രയായിരിക്കും? ക്രസ്റ്റിൻ്റെ ഹൈറ്റ് ആയിരിക്കും അല്ലേ? ടോപ്പ് ലെവൽ ഓഫ് ക്രസ്റ്റ് മൈനസ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ, അതായിരിക്കും ഹെഡ് വരെ. അപ്പോൾ ക്രസ്റ്റിൻ്റെ ഹൈറ്റ് 2.44 മീറ്റർ. അപ്പോൾ ബ്ലൈസ് തിയറി പ്രകാരം ടോട്ടൽ ക്രീപ്പ് ലെങ്ത് എത്രയാണ്? L = CH. സി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8 മീറ്റർ ആണെന്ന്. എച്ച് 8 മീറ്റർ അല്ല, സിയുടെ വാല്യൂ 8 ആണെന്ന് തന്നിട്ടുണ്ട്. എച്ച് നമുക്ക് 2.44 മീറ്റർ ആണെന്ന് കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോട്ടൽ ക്രീപ്പ് ലെങ്ത്ത് നമുക്ക് 19.52 മീറ്റർ ആണെന്ന് കിട്ടി. അപ്പോൾ ഈ ക്രീപ്പ് ലെങ്ത്ത് കിട്ടാനായിട്ട് നമ്മൾ അപ്പ് സ്ട്രീമിലും അതുപോലെ ഡൗൺ സ്ട്രീമിലും ഒരു കട്ടൈൻ വാൾ ഫിക്സ് ചെയ്യാൻ പോവാം. അപ്പ് സ്ട്രീം പൈലിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് അപ്പ് സ്ട്രീം FSD/3U മിനിമം 1 മീറ്റർ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ FSD/3 എന്ന് പറയുന്നത് 1.8/3 ആണ്, 0.6 മീറ്റർ ഉള്ളൂ. അപ്പോൾ മിനിമം 1 മീറ്റർ പൈൽ നമ്മൾ അപ്പ് സ്ട്രീമിൽ കൊടുക്കണം. ഡൗൺ സ്ട്രീം പൈലിൻ്റെ ഡെപ്ത് ഡൗൺ സ്ട്രീം FSD/2 + 0.6 അല്ലെങ്കിൽ 1 മീറ്റർ. അപ്പോൾ ഡൗൺ സ്ട്രീം FSD 1.8 ആണ്, 1.8/2 + 0.6 നമുക്ക് 1.5 മീറ്റർ കിട്ടും. അപ്പോൾ പ്രൊവൈഡ് 1.5 മീറ്റർ ഡൗൺ സ്ട്രീം പൈൽ. അപ്പോൾ ഹൊറിസോണ്ടൽ ക്രീപ്പ് ലെങ്ത് എത്രയായിരിക്കും? ടോട്ടൽ ക്രീപ്പ് ലെങ്ത് മൈനസ് വെർട്ടിക്കൽ ക്രീപ്പ് ലെങ്ത്. വെർട്ടിക്കൽ ക്രീപ്പ് ലെങ്ത് എത്രയാണ്? നമ്മൾ അപ്പ് സ്ട്രീം സൈഡിൽ ഒരു പൈൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഡൗൺവേർഡ് 1 മീറ്റർ, അപ്വേർഡ് 1 മീറ്റർ, 1 + 1. അതുപോലെ തന്നെ ഡൗൺ സ്ട്രീം സൈഡിൽ 1.5 മീറ്ററിന് ഒരു പൈൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൗൺവേർഡ് 1.5, അപ്വേർഡ് 1.5. അപ്പോൾ 1 + 1 + 1.5 + 1.5 അതാണ് വെർട്ടിക്കൽ ക്രീപ്പ് ലെങ്ത്. അത് ഹൊറിസോണ്ടൽ ടോട്ടൽ ക്രീപ്പ് ലെങ്ത്തിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 14 point something കിട്ടും. നമ്മൾ റൗണ്ട് ചെയ്ത് 15 മീറ്റർ ആക്കും. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ക്രീപ്പ് ലെങ്ത് കിട്ടി. ഈ ഹൊറിസോണ്ടൽ ക്രീപ്പ് ലെങ്ത്തിൽ ഡൗൺ സ്ട്രീം സൈഡിൽ, അതായത് ക്രസ്റ്റിൽ നിന്ന് ഡൗൺ സ്ട്രീം സൈഡിലേക്ക് കൊടുക്കേണ്ട മിനിമം ക്രീപ്പ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ 2 times D + 1.2 + HL ആണ്. അപ്പം നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 × 1.8 + 1.2 + 1.5 7.5 മീറ്റർ കിട്ടും. അപ്രോക്സിമേറ്റ് ചെയ്ത് 8 മീറ്റർ ആയിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഡൗൺ സ്ട്രീം സൈഡിലെ ഫ്ലോർ ലെങ്ത്ത് ഫിക്സ് ചെയ്തു. ഇനി അപ്പ് സ്ട്രീമിൽ 15 - 8 ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് സ്ട്രീമിൽ ബേസിൻ്റെ വരെയുള്ള ബേസ് ഓഫ് ക്രസ്റ്റ് വരെയുള്ള അപ്പ് സ്ട്രീം ഫ്ലോർ ലെങ്ത്ത് കിട്ടും. 8 മീറ്റർ. അപ്പോൾ ടോട്ടൽ ക്രീപ്പ് ലെങ്ത്ത് എത്രയാണ്? അപ്പ് സ്ട്രീം പൈൽ 2 times ഹൊറിസോണ്ടൽ ക്രീപ്പ് ലെങ്ത്ത് 15, ഡൗൺ സ്ട്രീം പൈൽ 2 times 1 + 1 + 15 + 1.5 + 1.5 20 മീറ്റർ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ തിക്നെസ് കണ്ടുപിടിക്കാൻ പോവാം. ബ്ലൈസ് തിയറി വെച്ചിട്ട് തന്നെ. അപ്പോൾ ഫസ്റ്റ് അപ്പ് സ്ട്രീം സൈഡിലെ അപ്ലിഫ്റ്റ്, അവിടുത്തെ വാട്ടർ, അവിടെ വെള്ളം മാക്സിമത്തിൽ നിൽക്കുകയാണ്. ആ വെള്ളത്തോണ്ട് വെയിറ്റ് ഓഫ് വാട്ടർ കൊണ്ട് കൗണ്ടർ ബാലൻസ് ചെയ്യും. അപ്പോൾ നമ്മളൊരു മിനിമം തിക്നെസ് പ്രൊവൈഡ് ചെയ്താൽ മതി. 0.4 മീറ്റർ പ്രൊവൈഡ് ചെയ്യാം.
ഡൗൺ സ്ട്രീം സൈഡിൽ തിക്നെസ് കണ്ടുപിടിക്കാൻ ബ്ലൈസ് ഇക്വേഷൻ നമുക്കറിയാം, T ഈസ് ഈക്വൽ ടു H ബൈ G-1 ആണ്. അതിൽ H എന്ന് പറയുന്നത് റെസിഡ്യുവൽ ഹെഡ്. അപ്പോൾ റെസിഡ്യുവൽ ഹെഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഹെഡ് മൈനസ് ഹെഡ് ലോസ് ആണ്. അപ്പോൾ വാട്ടർ കുഷ്യൻ്റെ അകത്താണെങ്കിൽ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് HS പ്ലസ് എക്സ് ആയിരിക്കും അല്ലേ. ഒരു എക്സ് വാല്യൂ നമ്മൾ കൊടുക്കണമെങ്കിൽ ആ ഒരു വാട്ടർ കുഷ്യൻ്റെ ഡെപ്തും കൂടി ഹെഡിൽ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പ് സ്ട്രീം FSL മൈനസ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ D വാല്യൂ പ്ലസ് എക്സ് ആണ് ടോട്ടൽ ഹെഡ്. അപ്പോൾ 2.44 പ്ലസ് 0.304 ഈസ് ഈക്വൽ ടു 2.7 മീറ്റർ. ഹെഡ് ലോസിൻ്റെ ഇക്വേഷൻ ബ്ലൈസിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് അറിയാം, HL ഈസ് ഈക്വൽ ടു L ബൈ C ആണ്. അതിൽ C എന്ന് പറയുന്നത് 1/I ആണ്. I എന്ന് പറയുന്നത് എന്താ, H ബൈ L ആണ്. H 2.4 ആണ് ബൈ 20. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് ഹെഡ് ലോസ് കിട്ടും അല്ലേ. ഹെഡ് ലോസ് എന്ന് പറയുന്നത് 9 ഇൻറ്റു 2.4 ബൈ 20. റെസിഡ്യുവൽ ഹെഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഹെഡിൽ നിന്ന് ഹെഡ് ലോസ് മൈനസ് ചെയ്യുന്നതാണ് 1.64 മീറ്റർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1.35 മീറ്റർ തിക്നെസ് കിട്ടും. T ഈസ് ഈക്വൽ ടു H ബൈ 2.24 മൈനസ് 1. G-1 ആണ്. G ഓഫ് കോൺക്രീറ്റ് സിമെൻറ്റ് കോൺക്രീറ്റ് 2.24 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1.35 കിട്ടും. അപ്പം നമ്മൾ 1.4 മീറ്റർ സിമെൻറ്റ് ഫ്ലോറ് വിത്ത് ഓഫ് 0.2 തിക്ക് ബ്രിക്ക് പിച്ചിങ് വെച്ചിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഡൗൺ സ്ട്രീം എൻഡിൽ നമ്മൾ 0.6 മീറ്ററും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തിക്നെസ് അപ്രോക്സിമേറ്റ് ആണ്. നമ്മൾ കോസ്ലാസ് വെച്ചിട്ട് ആക്ച്വൽ തിക്നെസ് കണ്ടുപിടിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഫിഗറിൽ എക്സ്പ്ലെയിൻ ചെയ്യാഞ്ഞത്, കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പം നമുക്ക് കോസ്ലാസിൻ്റെ എക്സിറ്റ് ഗ്രേഡിയൻ 1/5 ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ എക്സിറ്റ് ഗ്രേഡിയൻ്റെ ഇക്വേഷൻ HS ബൈ D ഇൻറ്റു 1/π√λ ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/π√λ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് 1/π√λ 0.122 ആണ് കിട്ടി. ഈ ഗ്രാഫ് നിങ്ങളുടെ കയ്യിലുണ്ടാവും, എക്സിറ്റ് ഗ്രേഡിയൻ്റെ ഗ്രാഫ്. ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചപ്പോൾ എടുത്തിട്ടുണ്ടാകും. നമുക്ക് 1/π√λ 0.12 ആണ് കിട്ടി, ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും. അപ്പോൾ ആൽഫ വേഴ്സസ് 1/π√λയുടെ കർവ് ഇതാണ് അല്ലേ. അപ്പോൾ 0.122 ഇതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആൽഫ വാല്യൂ കിട്ടും. 12.5 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൽഫയുടെ വാല്യൂ 12.5 കിട്ടി. ആൽഫ നമുക്ക് B/D ആണെന്ന് അറിയാം. അപ്പോൾ B എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു D ആണ്. D എത്രയാണ്? 1.5. ഡൗൺ സ്ട്രീം പൈലിൻ്റെ ഡെപ്താണ് D 1.5 ഈസ് ഈക്വൽ ടു 18.75. 19 മീറ്ററാണ് നമുക്ക് B വാല്യൂ കിട്ടിയത്. നമ്മൾ പ്രൊവൈഡ് ചെയ്തത് എത്രയാണ്? 15 മീറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ റീഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ ഈ 15 മീറ്റർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് വാട്ടർ ഡെപ്ത് ഓഫ് കട്ട് ഓഫ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഡെപ്ത് ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. പൈലിൻ്റെ ഡെപ്ത്ത്
1.5 നിന്ന് 1.8 മീറ്റർ ആക്കി. 4 ലെങ്ത്ത് 15 മീറ്റർ തന്നെ ഫിക്സ് ചെയ്തു. അപ്പോൾ ആൽഫയുടെ വാല്യൂ B/D 15/1.8 8.33 കിട്ടും. ലാംഡ കണ്ടുപിടിക്കുക. ലാംഡയുടെ ഇക്വേഷൻ എന്താ? 1 + റൂട്ട് 1 + alpha square by 2 which is equal to 4.69. G കണ്ടുപിടിക്കുക. G is equal to HS/D into 1/π√λ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ജിയുടെ വാല്യൂ കിട്ടും, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/5. അപ്പോൾ സേഫ് ആയി. ഓക്കെ, ഇനി അപ്സ്ട്രീം സൈഡിലെ പ്രഷേഴ്സ് കണ്ടുപിടിക്കണം. 5 വാല്യൂസ്. അപ്പോൾ നമുക്ക് D1 അപ്സ്ട്രീം പൈലിൻ്റെ ഡെപ്ത്ത് 1 മീറ്റർ ആണെന്ന് അറിയാം. ഡിഫറൻസ് ബിറ്റ്വീൻ ദി പൈ B വാല്യൂ 15 മീറ്റർ ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് 1/α വേണ്ടത്. അപ്പോൾ D/B കണ്ടുപിടിക്കാം. അപ്പോൾ 1/15 is equal to 0.067 അല്ല. അപ്പോൾ നമുക്ക് 5D അപ്സ്ട്രീം പൈലിൻ്റെ പ്രഷർ ഇക്വേഷൻ 5D1 is equal to അല്ലേ, ഇവിടെയാണ് അപ്സ്ട്രീം പൈൽ, വെള്ളം ഇവിടെയല്ലേ, ഇതാണ് അപ്സ്ട്രീം പൈൽ. അപ്പോൾ 5D1 എന്നാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കാൻ. അപ്പോൾ 5D1 is equal to 100 - 5D ആണ്. 5D നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടും. 1/α വാല്യൂ 0.06 ആണ് അല്ലേ. ഇതിൽ ഒരു പോയിൻറ്റ് 0.02 ആയിരിക്കും. 0.0246. അപ്പോൾ ഇതാണ് അതിൻ്റെ കർവ് അല്ലേ, 5Dയുടെ കർവ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വാല്യൂ 5 വാല്യൂ കണ്ടുപിടിക്കാം. 17 കിട്ടും ഏകദേശം ഈ ഭാഗത്തായിട്ടാവുമ്പോൾ. 100 - 17 83%. അതുപോലെ തന്നെ 5C1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 5C1 ഇവിടെ എഴുതിയിട്ടുണ്ട്, 100 - 5E ആണെന്ന്. അപ്പോൾ വീണ്ടും 0.067 5Eക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാം. 24 സംതിങ് ആണ് കിട്ടുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 76 5C1 76 കിട്ടും. അപ്പോൾ 5 വാല്യൂസ് കണ്ടുപിടിച്ചു. ഈ കറക്ഷൻസ് ഏതൊക്കെ കറക്ഷൻസ് വരും? ഇവിടെ സ്ലോപ്പില്ല, അതുകൊണ്ട് കറക്ഷൻ ഫോർ തിക്നെസ്സും കറക്ഷൻ ഫോർ ഇൻ്റർഫിയറൻസ് ഓഫ് പൈലും. കറക്ഷൻ ഫോർ തിക്നെസ്സിൻ്റെ ഇക്വേഷൻ എന്താ? 5D1 - 5C1/D1 × T. തിക്നെസ് അപ്സ്ട്രീമിനുണ്ട്. ഇതിൻ്റെ തിക്നെസ് 0.4 മീറ്റർ ആണ് നമ്മൾ അസ്യൂം ചെയ്തത് അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2.8 കിട്ടും. ഇൻ്റർഫിയറൻസ് ഓഫ് പൈലിൻ്റെ ഇക്വേഷൻ എന്താ? 19√D/B' × D + D/B. D എന്ന് പറയുന്നത് അപ്പുറത്തെ പൈലിൻ്റെ ഡെപ്തും സ്മോൾ d എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്ന 5 വാല്യൂൻ്റെ അവിടുത്തെ പൈലിൻ്റെ ഡെപ്തും. അപ്പോൾ പൈലിൻ്റെ മാത്രം ഡെപ്താണ് അല്ലേ. അപ്പം നമ്മൾ അതിൽ നിന്ന് തിക്നെസ് ഓഫ് ദി അപ്രോൺ മൈനസ് ചെയ്യണം. അപ്പോൾ അപ്സ്ട്രീം പൈലിൻ്റെ ഡെപ്ത് 1 മീറ്റർ ആണ്, അവിടുത്തെ തിക്നെസ് 0.4 ആണ്. 1 - 0.6 കിട്ടും. ഡൗൺ സ്ട്രീം പൈലിൻ്റെ ഡെപ്ത് 1.8 മീറ്റർ ആണ്, അടുത്ത തിക്നെസ് 0.6 ആണ്. 1.8 - 0.6 1.2 മീറ്റർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.644 ഡിഗ്രി കിട്ടും. രണ്ടും അഡിറ്റീവാണ്. അപ്പോൾ 5Cയുടെ കൂടെ 5C1ൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 76 + 2.8 + 0.644 79.44% കിട്ടും. ഈ വാല്യൂ വളരെ ചെറുതാവാനുള്ള കാരണം ഡെപ്തിനെ കമ്പയർ ചെയ്ത് നമ്മുടെ ഈ B വാല്യൂ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അതിന് വലിയ എഫക്റ്റ് ഇല്ലാത്തത്. അല്ല, നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഡൗൺ സ്ട്രീം സൈഡിൽ ഇതുപോലെ തന്നെ പ്രഷേഴ്സ് കണ്ടുപിടിക്കണം. ഇവിടെ ഡൗൺ സ്ട്രീം പൈലിന് ഇപ്പം ഡയറക്റ്റ് ഗ്രാഫിൽ നിന്ന് എടുക്കുന്ന വാല്യൂസാണ് അല്ലേ. ഇപ്പോൾ 1/α ഇവിടെ D2 ആണ്, ഇത് D2 ആണ്. D2/B ആണ് ചെയ്യേണ്ടത്. 1.8
15 is equal to 0.12. 5D വാല്യൂ 0.12ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5D കണ്ടുപിടിക്കാം. 22% കിട്ടും. അതുപോലെ തന്നെ 5E ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാം. 32 കിട്ടും. കറക്ഷൻസ് അപ്ലൈ ചെയ്യാം. എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. ഡൗൺ സ്ട്രീം സൈഡിൽ നമുക്ക് കറക്ഷൻസ് എപ്പോഴും നെഗറ്റീവാണ് വരാറില്ലേ. സബ്ട്രാക്റ്റ് ചെയ്യുക. 5E വാല്യൂ കിട്ടും. ഇനി ഓരോ പോയിന്റിലെ തിക്നെസ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ക്രസ്റ്റിൻ്റെ തൊട്ട പോയിന്റിൽ അവിടുത്തെ തിക്നെസ് കണ്ടുപിടിക്കാം. നമുക്ക് 5C' വാല്യൂ, ഇവിടുത്തെ പൈലിൻ്റെ അവിടുത്തെ 5 വാല്യൂ, ഇവിടുത്തെ പൈലിൻ്റെ അവിടുത്തെ 5 വാല്യൂ അറിയാം അല്ല. നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇൻ്റർപോളേഷൻ മെത്തേഡ് അല്ല, എക്സ് കണ്ടുപിടിക്കണം ആദ്യം തന്നെ. എക്സ് എന്തായിരിക്കും? 5C1 ബൈ മൈനസ് 5E' ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് L ഇൻറ്റു എച്ച് ബൈ എൽ അല്ലേ. എച്ച് ബൈ EL ഈസ് ഈക്വൽ ടു 5C1' ബൈ 5E' ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത്. എക്സ് എന്ന് പറയുന്നത് 5C1' മൈനസ് 5E' ബൈ എൽ ഇൻറ്റു എൽ ആയിരിക്കും. അപ്പോൾ 5A എന്ന് പറയുന്നത് എന്തായിരിക്കും? 5C1' മൈനസ് എക്സ് വാല്യൂ ആണ്. എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 5Aൻ്റെ ഇക്വേഷൻ 5C1' മൈനസ് 5C1 മൈനസ് 5E1' ബൈ എൽ ഇൻറ്റു എൽ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? അപ്സ്ട്രീം ഫോർ ലെങ്ത്ത് നമ്മൾ 7 മീറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ 7 മീറ്ററാണ്. അപ്പോൾ 55%. അപ്പോൾ ഇത് പെർസെൻറ്റേജ് ആണല്ലേ. അപ്പോൾ പ്രഷർ ഹെഡ് കണ്ടുപിടിക്കാൻ 55 ഇൻറ്റു എച്ച് ഡിവൈഡഡ് ബൈ 100 പ്ലസ് ഇവിടെ വാട്ടർ കുഷ്യൻ്റെ ഡെപ്തും കൂടി വരും. അപ്പോൾ പ്ലസ് 0.31 1.665 മീറ്റർ കിട്ടും. ബട്ട് തിക്നെസ്സിന് ഇക്വേഷൻ എന്താ? PA ബൈ G മൈനസ് 1. G എന്ന് പറയുന്നത് എത്രയാണ്? 2.24. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.34 മീറ്റർ കിട്ടും. നമ്മൾ പ്രൊവൈഡ് ചെയ്ത തിക്നെസ് എത്രയായിരുന്നു? 1.4 മീറ്റർ ആയിരുന്നു അല്ലേ. അപ്പോൾ തിക്നെസ് സേഫാണ്. നെക്സ്റ്റ് നമ്മളൊരു 3 മീറ്റർ എവേ ഫ്രം ദി ടോയിലുള്ള തിക്നെസ് കണ്ടുപിടിക്കാം. ഇക്വേഷൻസ് ഒക്കെ സെയിം ആയിരിക്കും. എൽ വാല്യൂ മാത്രമേ ചേഞ്ച് ചെയ്യാനുള്ളൂ. എൽ എന്തായിരിക്കും? 7 + 3 ആയിരിക്കും. ഇവിടെ വരെയുള്ളത് 7 + 3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് വാട്ടർ കുഷ്യൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ വാട്ടർ കുഷ്യൻ്റെ ഡെപ്തും കൂടി ആഡ് ചെയ്യണം. നമുക്ക് 1.14 മീറ്ററാണ് കിട്ടുന്നത്. നമ്മൾ 1.4 കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് തിക്നെസ് റെഡ്യൂസ് ചെയ്യാം. ഒരു 1.2 മീറ്റർ കൊടുത്താൽ മതി. അപ്പോൾ ആ പോയിന്റിൽ നമ്മൾ 1.2 മീറ്റർ തിക്നെസ് സിമെൻറ്റ് കോൺക്രീറ്റ് പ്രൊവൈഡ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു 0.6 മീറ്റർ. നെക്സ്റ്റ് 0.6 മീറ്റർ ഫ്രം ദി ടോ ഓഫ് ദി ക്രസ്റ്റ്. അപ്പോൾ നമ്മുടെ എൽ വാല്യൂ എത്രയായിരിക്കും? 7 + 6 ആയിരിക്കും. അത് ക്രസ്റ്റ് ലെവൽ കഴിഞ്ഞിട്ടുള്ള പോയിൻ്റ്. ക്രസ്റ്റിൻ്റെ ലെങ്ത്ത് 6 മീറ്റർ ആയിരുന്നു. അപ്പോൾ പ്രഷർ ഹെഡ് കണ്ടുപിടിക്കുമ്പോൾ +x നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തിക്നെസ് 0.7 മീറ്റർ കിട്ടും. അപ്പോൾ 0.7 മീറ്റർ സിമെൻറ്റ് കോൺക്രീറ്റ് ഫ്ലോർ ഫോർ ലാസ്റ്റ് 2 മീറ്റർ ഫ്ലോർ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറിയാണത്. അപ്സ്ട്രീം ഫ്ലോറിൻ്റെ ഡെപ്ത് നമ്മൾ 0.4 മീറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൗൺ സ്ട്രീം ടോ ഓഫ് ക്രസ്റ്റ് ടു 3 മീറ്റർ. 3 മീറ്റർ വരെയുള്ള ഇതിൻ്റെ തിക്നെസ് 1.4 മീറ്റർ. 3 മീറ്റർ ടു 6 മീറ്റർ 1.2 മീറ്റർ. ലാസ്റ്റ് 2 മീറ്ററിന് 0.7 മീറ്റർ. ഓക്കെ. അപ്സ്ട്രീമിൽ നമ്മൾ 0.4 ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ 3 മീറ്റർ
1.4, 3 to 6 meter 1.2, last 0.6 meter, 0.7 meter. ഒരു 0.7 meter ഉണ്ട് കേട്ടോ. ലാസ്റ്റ് 2 മീറ്ററിൽ 0.7 meter. ഓക്കെ. ഇനി പ്രൊട്ടക്ഷൻ വർക്ക്സ്. അതിൽ ഫസ്റ്റ് അപ്സ്ട്രീം പ്രൊട്ടക്ഷൻ വർക്കാണ്. അതിൽ അപ്സ്ട്രീം വാൾ വരും. അപ്സ്ട്രീം വാളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 5H to 6H ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നമ്മൾ 6H ഫിക്സ് ചെയ്തു. അപ്പോൾ 6 into H. H എന്ന് പറയുന്നത് ഇവിടെ ക്രസ്റ്റിൻ്റെ മേലത്തെ വെള്ളമാണ്. FSL മൈനസ് ടോപ്പ് H നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് 5 meter കിട്ടും. അപ്പോൾ ഇറ്റ് വിൽ സബ്സ്റ്റൻഡ് ആൻ ആംഗിൾ 60 degree at a center. ഫൗണ്ടേഷൻ നമ്മൾ ക്രസ്റ്റിൻ്റെ ഫ്ലോർ ലെവൽ വരെ എടുക്കും. ടോപ്പ് ലെവൽ ഓഫ് ദി വിങ് വാൾ എന്ന് പറയുന്നത് അപ്സ്ട്രീം FSL പ്ലസ് ഫ്രീ ബോർഡാണ്. ഫ്രീ ബോർഡ് 0.5 ആയിട്ട് അസ്യൂം ചെയ്യാം. ഇപ്പോൾ 218.3 പ്ലസ് 0.5 218.8 meter കിട്ടും. വിഡ്ത്ത് ഓഫ് ദി വിങ് വാൾ എന്ന് പറയുന്നത് H/3 ആണ്. H എന്ന് പറയുന്നത് നമ്മൾ ഏത് ലെവലിലെ വിഡ്ത്താണോ കണ്ടുപിടിക്കുന്നത് അവിടെ നിന്നുള്ള ഇതിൻ്റെ ഹൈറ്റ്, വാളിൻ്റെ ഹൈറ്റ്. ഓക്കെ. ഇനി ഡൗൺ സ്ട്രീം പ്രൊട്ടക്ഷൻ വർക്ക്. ഡൗൺ സ്ട്രീം വിങ് വാളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 5√EHL to 8√EHL ആണ്. ഫ്രം ദി ക്രസ്റ്റ് വാൾ നമ്മൾ 6√EHL എടുക്കുന്നു. ഈ വാല്യൂ നമ്മൾ മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. HL എന്ന് പറയുന്നത് FSL ഓഫ് അപ്സ്ട്രീം മൈനസ് FSL ഓഫ് ഡൗൺ സ്ട്രീം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് 7 meter കിട്ടും. അപ്പോൾ വിങ് വാള് at a splay of 1:3 ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്രാക്ക് ഫ്രം വെർട്ടിക്കൽ ടു സൈഡ് സ്ലോപ്പ് ഓഫ് 1:3 എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ഭാഗത്തേക്കുള്ള സൈഡ് സ്ലോപ്പ് വെർട്ടിക്കലായിരിക്കും ഈ ഫാൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ കനാലിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം കനാലിൻ്റെ സെക്ഷൻ എന്താ, ട്രപ്പിസോയിഡൽ സെക്ഷനാണ്. അപ്പോൾ വെർട്ടിക്കൽ ടു സൈഡ് സ്ലോപ്പ് ഓഫ് 1:1 നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നാണ് ഈ സെൻറ്റൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്പ്ലേ 1:3 ആണ്. അപ്പോൾ ടോപ്പ് ലെവൽ ഓഫ് വിങ് വാൾ എന്ന് പറയുന്നത് എന്താ, ഡൗൺ സ്ട്രീം FSL പ്ലസ് ഫ്രീ ബോർഡ് ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 217.3 meter കിട്ടും. ഹൈറ്റ് ഓഫ് ദി വിങ് വാൾ എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മൈനസ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ 2.3 meter കിട്ടും. നമുക്കിതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ഹൈറ്റ് നമുക്ക് 2.3 meter കിട്ടി. അപ്പോൾ സ്പ്ലേ എന്ന് പറയുന്നത് 1:3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3H ആയിരിക്കും അതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ 3 into 2.3 7 meter. 7 meter ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് 7 meter, സ്പ്ലേ 1:3. അപ്സ്ട്രീം വിങ് വാളിൻ്റെ റേഡിയസ് 5 meter ടുവേർഡ്സ് സെൻറ്റർ, അത് 60 degree സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതാണ് ഫൗണ്ടേഷൻ ആപ്രോണേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് വേരി ചെയ്യാനുണ്ട്. ഓരോ ഹൈറ്റിനനുസരിച്ച് H/3 ആണ്. ഈ സെക്ഷൻ നിങ്ങൾ വരച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ബെഡ് പ്രൊട്ടക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ബെഡ് പിച്ചിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ കർട്ടൻ വാളും ഉണ്ട്. അപ്പം ലെങ്ത് ഓഫ് ബെഡ് പിച്ചിങ്ങും കർട്ടൻ വാളും ഈ ടേബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യുക. ടേബിൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഫോർ ഹെഡ് 0.6 to 0.75, 6 plus 2 HL-ഉം നമ്പർ ഓഫ് കർട്ടൻ വാള് 1 നമ്പറും അതിൻ്റെ ഡെപ്ത്ത് 0.6 meter. ഫോർ ഹെഡ് 0.7 to 9, 9 plus 2 HL-ഉം 1 നമ്പറും കർട്ടൻ വാളിൻ്റെ ഡെപ്ത്ത് 0.75 meter. ഓക്കെ. അപ്പോൾ ഹെഡ്
നമുക്ക് ക്രസ്റ്റിൻ്റെ മേലത്തെ ഹെഡ് എച്ച് വാല്യൂ ആണ് 0.86 മീറ്റർ. അപ്പോൾ ലെങ്ത് ഓഫ് പിച്ചിങ് ഏതെടുക്കാം? 0.86 ഇതിൻ്റെ ഇടയിലാണ്. അപ്പോൾ ലെങ്ത് ഓഫ് പിച്ചിങ് 9.9 + 2 HL ആണ് വരാം. അപ്പോൾ 9 + 2 HL സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് 12 മീറ്റർ കിട്ടും. This should be provided horizontal up to the end of masonry ring, then sloping down at the slope of 1:10. അപ്പോൾ വിങ് വാൾ എന്ന് പറയുന്നത് 1 meter ഓഫ് ഡൗൺ സ്ട്രീം. റാപ്ഡ് വിങ് സ്റ്റാർട്ട്സ് ഫ്രോം 1 meter upstream of the downstream end of the appearance. ഓക്കെ, ഈ സെൻറ്റൻസിൻ്റെ മീനിങ് ഞാൻ ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ലെങ്ത് ഓഫ് ഹൊറിസോണ്ടൽ പിച്ചിങ് എന്ന് പറയുന്നത് 7 - 1 ആയിരിക്കും, 6 meter. ഓക്കെ, വിങ് വാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്, 1 meter അകത്തുനിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൗൺ സ്ട്രീം വിങ് വാൾ. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 - 1, 6 meter ആണ്. ഓക്കെ, ഹൊറിസോണ്ടൽ ലെങ്ത്ത്. ഇനി ലെങ്ത് ഓഫ് സ്ലോപ്പിംഗ് പോർഷൻ എന്ന് പറയുന്നത് 12 - 6 meter ആണ്. ഇനി ഈ പോർഷൻ്റെ ലെങ്ത്ത് 6 meter, 7 അല്ല കേട്ടോ, അത് 6 meter ആണ്. ഇനി കട്ടൈൻ വാളും ടേബിളിൽ പ്രകാരം 1 നമ്പർ കട്ടൈൻ വാള് ഡെപ്ത്ത് 0.75 ആണ്, 1 meter ആയിട്ട് റൗണ്ട് ചെയ്തെടുക്കണം. തിക്നെസ് ഓഫ് കട്ടൈൻ വാൾ 0.4 ആണ് എപ്പോഴും അസ്യൂം ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സൈഡ് പ്രൊട്ടക്ഷനിലും a toe wall is provided between bed pitching and side pitching. 0.4 thick dry brick pitching ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് സൈഡ് പ്രൊട്ടക്ഷനായിട്ട്. ഒരു ടോ വാളും കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് ബെഡ് പിച്ചിങ്ങിൻ്റെയും സൈഡ് പിച്ചിങ്ങിൻ്റെയും ഇടയിലായിട്ട്, സൈഡ് പിച്ചിങ്ങിന് സപ്പോർട്ട് ചെയ്യാനായിട്ട്. ടോ വാളിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 0.4 meter തിക്കും ഡെപ്ത്ത് എന്ന് പറയുന്നത് ഹാഫ് ദി ഡൗൺ സ്ട്രീം FST. അപ്പോൾ ഹാഫ് 1.8, 0.9, 1 meter ആണ്. ഇനി എനർജി ഡിസിപ്പിറ്റേഴ്സ് 2 ബ്ലോക്സാണ്, ഫ്രിക്ഷണൽ ബ്ലോക്കും അതുപോലെ തന്നെ ക്യൂ ബ്ലോക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റാഗേർഡ് ആയിട്ട്. അതാണ് എനർജി ഡിസിപ്പിറ്റേഴ്സായിട്ട്. അതായത് ഫസ്റ്റ് നമുക്ക് ഫ്രിക്ഷണൽ ബ്ലോക്ക് ഫിക്സ് ചെയ്യാം. ഫ്രിക്ഷണൽ ബ്ലോക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ ഡെപ്തിനെ ബേസ് ചെയ്തിട്ടാണ്. ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ ഇക്വേഷൻ സ്മോൾ q² / g⁻⁴. സ്മോൾ q എന്ന് പറയുന്നത് ക്യാപിറ്റൽ Q / L. ക്യാപിറ്റൽ Q ഡിസ്ചാർജ് തന്നിട്ടുണ്ട് 40 cubic. L എന്ന് പറയുന്നത് കനാലിൻ്റെ വിഡ്ത്ത് 26, 1.53 m³ per meter കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് DC വാല്യൂ 0.62 meter കിട്ടും. അപ്പോൾ ലെങ്ത് ഓഫ് ദി ബ്ലോക്ക് 2DC ആണ്, 2 × 0.62, 1.24. width of the block DC 0.62 meter, height of the block DC 0.62 meter, distance between the first row of block from the downstream toe of the crest wall എന്ന് പറയുന്നത് 1.5 DC 0.93 meter. spacing between 2 row of block എന്ന് പറയുന്നത് DC 0.62 meter. spacing between the same row of block 2 DC 1.2 meter. വിഡ്ത്ത് 0.6 to 0.7 ആയിട്ട് ഇതിലേക്ക് റൗണ്ട് ചെയ്തെടുത്തുന്നുള്ളൂ കേട്ടോ. വിഡ്ത്ത് ഓഫ് ദി ഫ്രിക്ഷണൽ ബ്ലോക്ക് 0.7 meter, സ്പേസിങ്ങും 0.7. പിന്നെന്താ ഡിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് റോ ഓഫ് ബ്ലോക്ക് ഫ്രം ഡൗൺ സ്ട്രീം ടോ ഓഫ് ക്രസ്റ്റ് വാൾ അത് 0.91 meter ആയിട്ട് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് 1 meter, 0.93 meterന് റൗണ്ട് ചെയ്ത് 1 meter ആയിട്ടുണ്ട്. 1.2 meter spacing between blocks in same row. ഈ spacing 1.24 meter.
ഇതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. ഹൈറ്റ് ഇതിൽ കാണിക്കാൻ പറ്റില്ല. ഹൈറ്റ് ഇതാ ഇതിലുണ്ട്. ഈ ഹൈറ്റ് 0.7 മീറ്റർ. ഹൈറ്റ് ലെങ്ത് ഓഫ് ദി ബ്ലോക്ക് 1.24. ഈ ലെങ്ത്തും 1.24. അപ്പോൾ ഈ സ്പേസിങ്ങും ഈ ലെങ്ത്തും സെയിം ആയിരിക്കും, 1.24. ഓക്കെ. ഇനി ക്യൂബ് ബ്ലോക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് D2 എന്നതാണ്. അതായത് FSD ഡൗൺ സ്ട്രീം സൈഡ് 1.8 മീറ്റർ. അപ്പോൾ ലെങ്ത് ഓഫ് ദി ബ്ലോക്ക് എന്ന് പറയുന്നത് D2/10 0.18 0.2 ആയിട്ട് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വിഡ്ത്ത് ഓഫ് ദി ബ്ലോക്ക് അഗെയിൻ D2/10 0.18 മീറ്റർ. ഹൈറ്റ് ഓഫ് ദി ബ്ലോക്ക് D2/10 0.18 meter. Spacing between two rows of block D2/10 0.18 meter. Spacing between the block in same rows D2/10 0.18 meter. Okay. Provide 2 rows of cube block at end of the impervious. ഇതാണ് ക്യൂബ് ബ്ലോക്ക്സ്. എല്ലാ ഡിസ്റ്റൻസും 0.18 ആണ്. 0.2 മീറ്ററിലേക്ക് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഡിസ്റ്റൻസ് 0.2, ഈ ഡിസ്റ്റൻസ് 0.2, ഹൈറ്റ് 0.2, എല്ലാം 0.2 ആണ്. 2 റോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതോടുകൂടി ഈ ഡിസൈൻ തീർന്നു. അപ്പോൾ താങ്ക് യു.